ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗചയജ്ഞത്തിന്റെ 173 ഭാഗത്തിലേക്ക് സ്വാഗതം. എന്ന് നമ്മൾക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമതി ലത ജയകുമാരി ഇടുക്കിയിൽ നിന്ന് ആണ്. വന്നിട്ടുണ്ടല്ലോ അല്ലേ സായിരാം? സായിരാം ലത ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ സായിരാം. അപ്പോ ഞാന് ഓങ്കാരവും ഭഗവാന്റെ ഗായത്രിയും പറഞ്ഞു കഴിയുമ്പോൾ വീഡിയോ ഓൺ ചെയ്തിട്ട് വായിക്കാനും അനുഭവം പറയാനും തുടങ്ങണം കേട്ടോ. സായിരാം. ഓ ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. ലത പ്ലീസ് ഓൺ ചെയ്തോളൂ കേട്ടോ. ഓൺ ചെയ്ത് പറഞ്ഞു തുടങ്ങിക്കോളൂ. സായിരാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. പ്രേമം വിജയിക്കണം. പ്രഭാതത്തിൽ ഉണർന്ന നിമിഷം മുതൽ രാത്രിയിൽ ഉറങ്ങുന്ന നേരം വരെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് അല്ലയോ മനുഷ്യ, ഒന്ന് ആലോചിച്ചു നോക്കൂ. നിലനിൽക്കുന്ന ഏതെങ്കിലും ആഹ്ലാദം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നിലയ്ക്കാത്ത നിസ്സീമമായ ആ കഠിന ജോലിയിൽ നിന്ന് ഈശ്വരന്റെ പ്രഭാവത്തെയും മഹത്വത്തെയും മനസ്സിലൊന്ന് ഓർക്കാൻ ഒരു നിമിഷത്തെ ഇടവേള നിങ്ങൾ കരുതാത്ത ആ അധ്വാനത്തിൽ നിന്ന് ഈശ്വരൻ എവിടെയും സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ ദർശിച്ചിട്ടുള്ളവർ അപൂർവം ചിലർ മാത്രമെന്ന് പറയുന്നതിൽ അത്ഭുതം തോന്നേണ്ടതില്ല. പഴഞ്ചൊല്ല് വ്യക്തമാക്കുന്നത് പോലെ ഗോവിന്ദൻ എല്ലാവരുടെയുമാണ്, എന്നാൽ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടാൻ ആരുമില്ല. തിളങ്ങുന്ന ഗദ്യശൈലിയിൽ കവിതയിൽ ഭഗവാന്റെ സൗന്ദര്യവും പ്രഭാവവും വർണ്ണിക്കുന്നവർ ആയിരക്കണക്കിനുണ്ട്. എന്നാൽ എണ്ണാനാവുന്ന ചിലർ മാത്രം അദ്ദേഹത്തിന്റെ അനുഗ്രഹം നേടുന്നു. അമൃതിന്റെ രുചി അറിയുന്നവർ അത് നാവിൽ തൊട്ടവർ മാത്രം. കപ്പുകളിലും വൻപാത്രങ്ങളിലും നീണ്ട കുഴലുകളിൽ പോലും നിറച്ചിട്ടുള്ളവരല്ല. ആന്ധ്രാക്കാരായ 3 യോഗികളുണ്ട്, നാവിൽ അമൃതം നിറഞ്ഞവരായി. തങ്ങൾ അനുഭവിച്ച ഹർഷോന്മാദം ഗാനങ്ങളുടെ രൂപത്തിൽ പകർന്നവരായി, ഈശ്വരനെ സാക്ഷാത്കരിച്ചവരായി. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതുപോലെ പോത്തരാജു, ഗോപരാജു, ത്യാഗരാജു എന്നിവരാണ് അവർ. മുഴുവൻ വിശ്വത്തിന്റെയും ദിവ്യതത്വം, ഊടും ഭാവം, കാരണവും കാര്യവും ആദിമന്തവും എന്നും അറിയാവുന്നവരായിരുന്നു അവർ. ഭക്തിയുടെ പാതയിൽ നിന്ന്, ഈശ്വര ഭാവനയിൽ നിന്ന് അണുവിട അവർ വ്യതിചലിച്ചിട്ടില്ല. എന്നും അവർക്കറിയാമായിരുന്നു ഗുരുവും രക്ഷിതാവുമായ അവനെ ഒഴിച്ച് ആരെയും ആശ്രയിക്കാനാവില്ലെന്ന്. ഇന്ന് ജനങ്ങൾ പ്രബലനെ, സമ്പന്നനെ അത്തരം ആളുകളുടെ പിന്നാലെ പായുന്നു. അവർക്ക് സ്തുതി പാടി സ്വയം നിന്ദിതരാകുന്നു. എന്നാൽ മുൻചെന്ന 3 പേരും ഈശ്വരൻ മാത്രമായിരുന്നു രക്ഷകനും നാഥനും പുരസ്കർത്താവും.
ഹൃദയനിഷ്ഠനായ രാമന് നിർമ്മലമായ ആനന്ദം പ്രദാനം ചെയ്യാൻ കഴിയുന്നു. ഭരണാധികാരികളുടെ കിരീടപ്രഭയിൽ തന്നെ തിളങ്ങി നിൽക്കാമായിരുന്നു ത്യാഗരാജുവിന്. അമൂല്യ പാരിതോഷികങ്ങൾ അദ്ദേഹത്തിന് രാജകീയ പുരസ്കർത്താക്കളിൽ നിന്നും നേടാമായിരുന്നു. സമകാലികർ അദ്ദേഹത്തിൽ വാരിക്കോരി ചൊരിയാൻ ഒരുങ്ങിയ ബഹുമതികളെല്ലാം അദ്ദേഹം നിരസിച്ചു. അദ്ദേഹം ചോദിച്ചു, മനമേ, ഉന്നതാധികാരികൾ ചൊരിയുന്ന നിധികളോ ഹൃദയത്തിൽ രാമന്റെ ദിവ്യ സാന്നിധ്യമോ ഏതാണ് നിർമ്മലമായ ആനന്ദം പ്രദാനം ചെയ്യുന്നത്? കൊട്ടാരത്തിൽ നിന്നുള്ള ദൂതന്മാർക്ക് അവർ കൊണ്ടുവന്ന പാരിതോഷികങ്ങളുമായി മടങ്ങിപ്പോകേണ്ടി വന്നു. പോത്തരാജുവിനും ലൗകിക സമ്പത്തുകളോട് ഇതേ മനോഭാവമാണുണ്ടായിരുന്നത്. അദ്ദേഹം എപ്പോഴും ദിവ്യാനന്ദത്തിൽ മുഴുകിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു ശ്രീനാഥൻ ഒരിക്കൽ ഉപദേശിച്ചു. തെലുങ്കിൽ അദ്ദേഹം എഴുതിയ ഭാഗവത പുരാണം രാജാവിന് സമർപ്പിക്കാൻ. അങ്ങനെ ചെയ്താൽ രാജാവ് അദ്ദേഹത്തിൽ രത്നങ്ങൾ വർഷിക്കും. അത് എന്നേക്കുമായി ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നൽകും. പോത്തരാജു അതിന് മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ കാവ്യം എന്ന സുന്ദര മൃദുല സ്വർഗീയ വധുവിനെ ധനവാന്മാരായ പ്രാകൃതന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുത്ത് പകരം മലിന ഭക്ഷണം വാങ്ങുന്നതിനേക്കാൾ ഭേദം കാട്ടിലെ ഫലമൂലങ്ങൾ കൊണ്ട് എൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും എന്നെയും സന്തോഷത്തോട് ഊട്ടുകയാണ്. ഈ മഹാപുരാണം ഞാൻ ഈശ്വരന്റെ മുമ്പാകെ മാത്രമേ സമർപ്പിക്കുകയുള്ളൂ. അദ്ദേഹമാണ് എന്നെ പ്രചോദിപ്പിച്ചത്, എൻ്റെ അധരങ്ങളിൽ ഗാനം പകർന്നു തന്നത്. ഈ സമർപ്പണം മറ്റൊരാളും അർഹിക്കുന്നില്ല. സർവേശ്വരനായ രാമചന്ദ്രനോടല്ലാതെ മറ്റാരോടും ഒരു പ്രതിബദ്ധതയും എനിക്കില്ല. യോഗികളുടെ പാദമുദ്രകൾ പിന്തുടരുക. ഭദ്രാചലത്തിൽ ക്ഷേത്രം പണിഞ്ഞ ഗോപരാജുവിന്റെ കഥയും നമ്മുടെ മുമ്പിലുണ്ട്. ക്ഷേത്രത്തിന്റെ സമ്പത്ത് കൈയിട്ട് വാരാത്ത വ്യക്തികളെ കണ്ടെത്തുക ഇന്ന് പ്രയാസം. എന്നാൽ ഗോപരാജു തന്റെ ജീവിതവും ധനവും ബന്ധുമിത്രാദികളുടെ ജീവദാനങ്ങളും ഭദ്രാചലത്തിൽ ശ്രീരാമക്ഷേത്രം പുതുക്കി പണിയാനും നവീകരിക്കാനുമായി വിനിയോഗിച്ചു. പിൽക്കാലത്ത് രാജ്യത്തിന്റെ മുതൽ ദുരുപയോഗം ചെയ്തുവെന്ന ആരോപണത്തിന്റെ പേരിൽ തടവറയിൽ കിടന്നപ്പോൾ അദ്ദേഹം രാമനോട് പ്രാർത്ഥിച്ചു. 10,000 വരാഹൻ ചെലവഴിച്ച് മാതാവായ സീതയ്ക്ക് ഒരു പച്ച കല്ലുമാല ഞാൻ നിർമ്മിച്ചു. എൻ്റെ രാമചന്ദ്ര, അങ്ങേക്ക് ഞാനൊരു വജ്രകിരീടം ഉണ്ടാക്കി അങ്ങത് സ്വീകരിച്ചു അണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഉപയോഗിക്കുന്ന ദുർവാക്കുകളുടെ പേരിൽ എന്നോട് കോപമരുതേ. ഈ ജനങ്ങൾ എന്നോട് അനീതി കാട്ടുമ്പോൾ ഞാൻ പരുക്കൻ വാക്കുകൾ വാരി എറിഞ്ഞു പോകുന്നു. എനിക്ക് മാപ്പരുളയണമേ. എത്ര അടുപ്പമാണ് രാമനോട് ഗോപരാജുവിനുണ്ടായിരുന്നത്! ആ ആരാധ്യമൂർത്തിയോട് എത്രത്തോളം പ്രേമമാണ് അദ്ദേഹം പുലർത്തിയിരുന്നത്! ഇതുപോലെയുള്ള മഹാനുഭാവന്മാർ ആന്ധ്രാപ്രദേശിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും കാണും. ഇങ്ങനെയുള്ള പരമപ്രേമമൂർത്തികളെ വാഴ്ത്തുകയും അവരെ സാമാന്യ ജനങ്ങളുടെ മുമ്പിൽ മാതൃകകളാക്കി ഉയർത്തിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഭാരതീയ സംസ്കാരം. ഈ യോഗികളെപ്പറ്റി നിങ്ങൾ വായിച്ചറിയണം. അവരുടെ പാദമുദ്രകൾ പിന്തുടരണം. ഇത് സാധിക്കാൻ നിങ്ങൾ സജ്ജന സംഘത്തിൽ മുഴുക്കണം. മിക്കവാറും ശിവക്ഷേത്രങ്ങളിൽ കാളയുടെ പ്രതിമ ലിംഗത്തിന് എതിർവശത്തായി സ്ഥാപിച്ചിട്ടുള്ളതായി കാണാം. ശിവദർശനം നടത്തുന്ന ഭക്തജനങ്ങൾ കാളയുടെ തലയ്ക്ക് മുകളിലൂടെ നോക്കുന്നു. ആ ഋഷഭം തന്നെ ഏകാഗ്ര ഭക്തിയോടെ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പങ്കുകൊള്ളാൻ ഭക്തരും ആഗ്രഹിക്കുന്നു. ശിവന്റെ ഭക്തന്മാർ അദ്ദേഹത്തിന്റെ വാഹനവുമായി കാളയുമായി സത്സംഗം പുലർത്തുന്ന പോലെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ നിങ്ങളുടെ മനോഭാവത്തെ ഉയർത്തുന്നതിൽ സഹായിക്കുന്നവരുമായി കൂട്ടുചേരണം. കൂടാതെ അധ്യാപകർ എന്ന നിലയിൽ നിങ്ങൾ കുട്ടികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും മാതൃകയായി ശോഭിക്കണം. സ്ഥലത്തെ അഭ്യസ്ത വിദ്യരുടെ ഒരേ ഒരു വിഭാഗമായി അവർ നിങ്ങളെയാണ് കാണുന്നത്. വിദ്യാലയത്തെ എപ്പോഴും ഭഗവാന്റെ മന്ദിരമായി ഗണിക്കുക. അല്പം നേരം മുമ്പ് വാറങ്ങലിൽ നിന്നുള്ള നദാനിയേൽ എന്ന അധ്യാപകൻ തന്റെ വിദ്യാലയത്തെ ഈശ്വരന്റെ മന്ദിരമായി താൻ രൂപാന്തരപ്പെടുത്തുമെന്ന് വാഗ്ദാനം ചെയ്യുകയുണ്ടായി. എന്നാൽ വിദ്യാലയം എപ്പോഴും ഈശ്വരന്റെ ആലയം തന്നെ. അതിനെ ഒരു സത്രമായോ ജയിലായോ അഴിമതിയുടെ ആസ്ഥാനമായോ ഗണിക്കുന്നത് പാപമാണ്. ജ്ഞാനത്തിന്റെയും കലയുടെയും ദേവതയായ സരസ്വതി സ്ഥിതി ചെയ്യുന്ന ആ നിലയിൽ ആരാധിക്കപ്പെടുന്ന ഒരു പുണ്യസ്ഥലമായി വിദ്യാലയത്തെ ഗണിക്കണം. അത്തരം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ കഴിഞ്ഞുകൂടുന്ന വിദ്യാർത്ഥികൾ ലോകത്തിന് മുഴുവൻ വിലപ്പെട്ട മാതൃകകളായി വളർന്നു വരും.
ഈ നിലയിലുള്ള കരുതൽ വെച്ചു പുലർത്തിക്കൊണ്ട് അധ്യാപകർ കുട്ടിയുടെ നേർക്ക് ബുദ്ധിപരമായ സ്നേഹം ചൊരിയുന്നു. വിദ്യാലയത്തിന്റെ പവിത്രമായ അന്തരീക്ഷത്തിനനുസൃതമായ നിലയിൽ സ്വഭാവ രൂപീകരണത്തിന് കുട്ടികളെ അദ്ദേഹം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടിയുടെ അമ്മ പോലും അതിന്റെ ചില തെറ്റുകൾ അവഗണിക്കുകയും ദുശീലങ്ങൾ ആസ്വദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അധ്യാപകർ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് സൗമ്യമധുരമായ പ്രേരണയിലൂടെ കുട്ടിയെ ആ തെറ്റുകുറ്റങ്ങൾ കൈവിടാൻ സഹായിക്കണം. അധ്യാപകന്റെ പ്രേരണയ്ക്ക് പിന്നിലെ ആത്മാർത്ഥതയും സ്നേഹവും കുട്ടിയെ ആഴത്തിൽ സ്പർശിക്കുമ്പോൾ അവർ അനുസരിക്കും. അധ്യാപകർ സ്നേഹത്തെപ്പറ്റി ഉപദേശിക്കുകയും എന്നാൽ പെരുമാറ്റത്തിൽ അത് പ്രകടിതമാവാതിരിക്കുകയും ചെയ്താൽ പ്രേരണ ഫലിക്കുകയില്ല. സമകാലികമായ ചില പ്രവണതകളുടെ ഒഴുക്കിലേക്ക് വീണുപോകാതെ സ്വയം നിയന്ത്രിക്കണം. ധീരത ആവശ്യപ്പെടുന്നത് സ്വന്തം വ്യക്തിത്വം വളർത്താനും നിങ്ങൾ ശ്രേഷ്ഠമെന്ന് തോന്നുന്ന ആദർശങ്ങൾ പിന്തുടരാനുമാണ്. ചിന്താപരമായ അലസതയാർന്ന് മറ്റുള്ളവരെ അനുകരിക്കരുത്. ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് ഉന്നം വെക്കുക. ഉന്നം തെറ്റിയാലും നിരാശ കൈക്കൊള്ളരുത്. ഒരു തത്തയെ എയ്തു വീഴ്ത്തുന്നതിൽ ജയിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കടുവയെ ഉന്നം വെച്ച് എയ്തു തോൽക്കുന്നതാണ്. സായിരാം, ലത ഇനി അനുഭവങ്ങൾ പറഞ്ഞോളൂ. സായിരാം, ഞാൻ ഭഗവാനിലേക്ക് എത്താനിടയായ സാഹചര്യം ആദ്യം പറയാം. ഞാൻ പഠിക്കുന്ന കാലത്ത്, വിദ്യാർത്ഥിനിയായിരുന്ന കാലത്ത് ആണ് ആദ്യം ഭഗവാനിലേക്ക് എത്തുന്നത്. ശരിക്കും എനിക്ക് 2 അമ്മാവന്മാരുണ്ടായിരുന്നു. ഈ അമ്മാവന്മാരുടെ 2 പേരുടെയും വീട്ടിൽ ഭഗവാന്റെ വിളക്ക് കത്തിക്കുന്നിടത്ത് ഭഗവാന്റെ ഫോട്ടോ വെച്ച് ആരാധിക്കുമായിരുന്നു. മൂത്ത അമ്മാവന്റെ വീട്ടിൽ ഷിർദി ബാബയുടെ ഫോട്ടോ വെച്ച് ആരാധിച്ചിരുന്നു. പക്ഷേ നമുക്ക് ഫോട്ടോ കണ്ട ആരാണെന്നോ എന്തെന്നോ ഒന്നും അറിയില്ല. അതിൽ ഇളയ മാമന്റെ വീട്ടിൽ ഷിർദി ബാബയുടെയും പിന്നെ സ്വാമിയുടെയും ഫോട്ടോ, ഭഗവാന്റെ സത്യസായി സ്വാമിയുടെയും ഫോട്ടോ വെച്ച് ആരാധിച്ചിരുന്നു. പക്ഷെ ഇതിനെപ്പറ്റി ഒന്നും അവർ ആരും ഒന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഒരിക്കൽ എൻ്റെ സഹോദരൻ ഇളയ മാമന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഫോട്ടോ വെച്ചിരിക്കുന്നത് കണ്ടിട്ട് മാമനോട് ഫോട്ടോ എവിടെ നിന്ന് എടുത്ത് മാറ്റാനും ഓരോന്ന് പറഞ്ഞു. അങ്ങനെ മാമനെ കൊണ്ട് ഫോട്ടോ വിളക്ക് കത്തിക്കുന്നിടത്ത് മാറ്റിയിരുന്നു. പക്ഷെ സഹോദരൻ ഭയങ്കര ഈശ്വരഭക്തനാണ്. പക്ഷെ സ്വാമിയോട് യാതൊരു വിശ്വാസമോ ഭക്തിയോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ സഹോദരന് പിന്നെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടുന്ന സമയത്ത് ആദ്യം പോണ്ടിച്ചേരിയിൽ ഒരു കമ്പനിയിൽ ജോലി കിട്ടുകയാണ്. അവിടെ 1 വർഷം ജോലിയൊക്കെ ചെയ്തിട്ട് ശരിക്കും അവിടുന്ന് പ്രൊമോഷൻ കിട്ടുന്നത് നേരെ ഭഗവാന്റെ അടുത്തേക്കാണ്. പുട്ടപർത്തിയിലായിരുന്നു അടുത്ത പ്രൊമോഷൻ കിട്ടുന്ന അവരുടെ ബ്രാഞ്ച്. ആ ബ്രാഞ്ചിൽ ജോലി കിട്ടുന്ന സമയത്ത് ഭഗവാന് പിന്നെ സഹോദരൻ എന്നും ഭഗവാന്റെ അടുത്ത് മന്ദിരത്തിൽ പോവുകയും ഭഗവാനെ അറിയുകയും അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും ഭഗവാന്റെ ഭക്തരായിരുന്നത്. അങ്ങനെ എൻ്റെ പിന്നെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. സഹോദരൻ അങ്ങനെ പുട്ടപർത്തിയിലായിരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മയെയും എല്ലാവരെയും പുട്ടപർത്തിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഒരിക്കൽ ഞാനൊരു സ്കൂളിലൊരു ഇൻ്റർവ്യൂ, അത് ദിവസവേതന അടിസ്ഥാനത്തിലൊരു ജോലിയാണ്. നമുക്ക് വീട്ടിൽ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്ന ദിവസം അച്ഛനും അമ്മയും പുട്ടപർത്തിയിലാണ്. സഹോദരൻ അവരെയും കൊണ്ട് പുട്ടപർത്തിക്ക് പോയിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വേക്കൻസിയേ ഉള്ളൂ. അതിൽ 39 പേര് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിരുന്നു. ആദ്യത്തെ അനുഭവം അതാണ് എനിക്കുണ്ടായത്. ആ ഇൻ്റർവ്യൂവിൻ്റെ ദിവസം അമ്മ ഒരു ലെറ്ററൊക്കെ എഴുതി, ഭഗവാൻ അന്ന് ലെറ്റർ കൊടുക്കുന്ന സമയമാണ്, ഒരു കത്തൊക്കെ എഴുതിയിട്ട് കത്തൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പം ഭഗവാന്റെ ദർശന സമയത്ത് കത്തെടുത്ത് ഇങ്ങനെ നീട്ടുമ്പോൾ ഭഗവാൻ ആ കത്ത് വാങ്ങിയില്ല. പക്ഷെ കൈകൊണ്ട് ഇങ്ങനെ അനുഗ്രഹിക്കുന്ന പോലെ കാണിച്ചു. അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഈ കത്ത് ഭഗവാൻ വാങ്ങിക്കാത്തത് കൊണ്ട് ഭയങ്കര വിഷമിച്ച് സങ്കടപ്പെട്ടിറങ്ങി സഹോദരനോട് പറയാം, ഭഗവാൻ വാങ്ങിയില്ലല്ലോ, എന്താ അവൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് എന്താണ്. ഇൻ്റർവ്യൂ ദിവസവേതന അടിച്ചാൽ വളരെ തുച്ഛമായ ശമ്പളമുള്ളൂ. പക്ഷെ അന്ന് അതൊക്കെ വലിയൊരു ശമ്പളമായിരുന്നു. 2002 അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് അമ്മ പുട്ടപർത്തിയിൽ ദർശനം ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഇൻ്റർവ്യൂ പങ്കെടുത്ത് ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഞാൻ മറുപടി പറഞ്ഞു. അപ്പം എനിക്ക് ഡിഗ്രിയേ ഉള്ളൂ. PG കഴിഞ്ഞവരും പിന്നെ ബിടെക് കഴിഞ്ഞവരും കമ്പ്യൂട്ടർ സയൻസാണ് ഞാൻ പഠിച്ചത്. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ടാണ് ജോലി. അന്ന് സ്കൂളുകളിലൊക്കെ IT തുടങ്ങിയ സമയമാണ്, ആ വർഷമാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് മറുപടി, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ ചോദ്യത്തിനും മറുപടി പറയാൻ സാധിച്ചു. അപ്പം അമ്മയൊക്കെ ഇൻ്റർവ്യൂ പിന്നെ ഭഗവാന്റെ ദർശനം കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് തന്നെ, ആ സമയത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ ഉച്ച കഴിയുമ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു സ്കൂളിൽ നിന്നും എന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം ഇപ്പോൾ ഒരാളെ എടുക്കുന്നുള്ളൂ, പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് അടുത്ത ആളെ എടുക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം സെലക്ട് ചെയ്യുന്നത് എന്നെയാണെന്ന് പറഞ്ഞു.
അപ്പം ഞാൻ ആ സമയത്ത് തന്നെ സഹോദരനെ വിളിച്ചറിയിക്കുകയാണ് എനിക്ക് ഇൻ്റർവ്യൂവിന് സെലക്ഷനായി എന്ന് പറയും. അപ്പോൾ അപ്പോഴേ തന്നെ ആങ്ങളെ പറഞ്ഞു അമ്മയോട്, അമ്മയെ ഭഗവാൻ അനുഗ്രഹിച്ചതാണത്. അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടിയിട്ട് 2002 തൊട്ട് 2016 വരെ ഞാൻ ആ സ്കൂളിൽ തന്നെ ജോലി ചെയ്തു. അതും ദിവസവേതന അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ലാസ്റ്റ് സ്റ്റേജിൽ എനിക്ക് ജോലി അവിടെ ഒന്ന് പിരിച്ചുവിടുമെന്നൊക്കെ ഉള്ളൊരു സാഹചര്യം വന്നു. അപ്പോൾ ആ സാഹചര്യം അപ്പം അതിന് മുന്നോടിയായിട്ട് തന്നെ ഭഗവാൻ എന്നെ ടെസ്റ്റിന് PSC ടെസ്റ്റ് എഴുതുന്നതിന് വേണ്ടിയിട്ട് എന്നെ പ്രാപ്തിയാക്കാൻ എന്നെ കോച്ചിങ്ങിനാണെങ്കിലും ആ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഞാൻ കോച്ചിങ്ങിന് പോയി. രാവിലെ സ്കൂളിൽ പോവും, 9 മണി തൊട്ട് 10 മണി വരെ സ്കൂളിൽ പഠിപ്പിക്കും. അത് കഴിഞ്ഞ് ഉച്ചവരെ എനിക്ക് സ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്ററും മറ്റ് അധ്യാപകരും ഒക്കെ സഹായിച്ചെന്ന് വെച്ചാൽ എൻ്റെ പീരീഡുകൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് തന്നെ ഉച്ചവരെ കോച്ചിങ്ങിന് വിടുവാണ്. എല്ലാവർക്കും ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു സ്ഥിരം ജോലി എന്നുള്ളത്. അങ്ങനെ ഞാൻ ആ PSC പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു. ഉച്ച കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്ന് ജോലി ചെയ്യും. ഉള്ള ജോലി കളയാതെ, കിട്ടുന്ന ശമ്പളം കളയാതെ തന്നെ കോച്ചിങ്ങിന് പോയി പഠിച്ച് ആ ടെസ്റ്റിൽ എനിക്ക് ആ സമയത്ത് എഴുതിയ എല്ലാ ടെസ്റ്റിലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ റാങ്ക് ലിസ്റ്റിൽ വരികയും എനിക്ക് നല്ല ക്ലർക്കായിട്ട് ജോലി ലഭിക്കുകയും ചെയ്തു. ഇപ്പം 8 വർഷം ആകുകയാണ്. ഈ ജോലി കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്നും എനിക്ക് 2.5 മണിക്കൂർ യാത്ര ചെയ്യണം. 2.5 മണിക്കൂർ യാത്ര ചെയ്താണ് ഇന്ന് ഞാൻ ജോലിക്ക് പോകുന്നത്. രാവിലെ 7 മണിക്ക് പോകും, വൈകിട്ട് 7:30 അടുക്കാറാകുമ്പോഴാണ് വീട്ടിലെത്തുന്നത്. ഈ രാവിലെ 7 മണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബസ്സിൽ തന്നെ 2 മണിക്കൂറോളമാണ് യാത്ര ചെയ്യുന്നത്. ഈ 2 മണിക്കൂറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്കൊരു മടുപ്പ് തോന്നിയിട്ടേ ഇല്ല. അത്രയും സമയം എനിക്ക് ഭഗവാനെ വിളിക്കാനായിട്ട് ഞാൻ സായിക ഇത്രയും ഓം നമഃ ശിവായും ഗണേശസ്തുതിയൊക്കെ ചൊല്ലി ആണ് പോകുന്നത്. ജപമാലയുണ്ട്, ജപിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കയറി ഒരു 2-3 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു പ്രധാനപ്പെട്ട സെക്ഷനിലേക്ക് എന്നെ മാറ്റി. അപ്പം അന്നുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേപ്പർ, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ്, ഒരു സർട്ടിഫിക്കറ്റാണ്. അത് ഓഫീസ് മാറി നമ്മുടെ ഓഫീസിലേക്ക് വന്നു. ഓഫീസിലേക്ക് വന്നിട്ട് അപ്പം ഓഫീസർ പറഞ്ഞാൽ അത് അവിടോട്ട് വെച്ചേക്ക് എന്ന് പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു രജിസ്റ്റർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ രജിസ്റ്ററിനകത്തേക്ക് എങ്ങനെയോ അതിനകത്ത് ആയി, ആ സംഭവം കിട്ടിയത് അതിനകത്ത് വെച്ചു. പിന്നെ അതെവിടെ വെച്ചു എന്നുള്ള അറിയത്തില്ല. പിറ്റേന്നായപ്പോഴത്തേനും അടുത്ത ഓഫീസിൽ നിന്ന് വിളിക്കുന്നു, പെട്ടെന്ന് അത് അയച്ചു കൊടുക്കണം. അവിടെ എല്ലാം നോക്കി, എനിക്ക് എവിടെ വെച്ചെന്നുള്ള അറിയത്തില്ല. ഞാൻ എൻ്റെ കൈ കിട്ടിയത് ഓർമ്മയുണ്ട്, ചെയ്ത് രജിസ്റ്ററിനകത്തായിപ്പോയതാണ്. ഞാനവിടെ എല്ലാം നോക്കി, എല്ലാവരും എന്നെ ഓഫീസിലുള്ള എല്ലാവരും സഹായിക്കുകയാണ്. ഈ സർട്ടിഫിക്കറ്റ് പിറ്റേന്ന് വെച്ചാൽ ഒരാളുടെ ഭാവിയാണത്, അയച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അതെല്ലാം തപ്പിയിട്ട് അവിടെ എല്ലാം നോക്കിയിട്ടും കിട്ടുന്നില്ല. ലാസ്റ്റ് വേസ്റ്റ് വരെ നോക്കി കിട്ടുന്നില്ല. അപ്പോൾ ഈ എടുത്ത ഫയലും രജിസ്റ്റർ തന്നെ എടുത്ത് അലമാരിയിലേക്ക് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് എങ്ങോട്ട് പോയി എന്നുള്ള എനിക്കറിയില്ല. 2 ദിവസം തപ്പി, പിറ്റേന്ന് കർശനമായിട്ട് പറയാം പിറ്റേന്ന് അയച്ചു കൊടുക്കണമെന്ന് പറയുന്നു. ഞാൻ വണ്ടിയിരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് വണ്ടിയിരുന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയ സമയത്ത് ഞാനിങ്ങനെ സ്വപ്നത്തിൽ കാണുവാണ്, അലമാരിയിൽ നിന്ന് രജിസ്റ്റർ എടുത്ത് സർട്ടിഫിക്കറ്റ് കയ്യിലെടുക്കുന്നത് ഇങ്ങനെ സ്വപ്നം കണ്ട് പെട്ടെന്ന് ഞെട്ടി ഉണരുവാണ്. അപ്പോൾ തന്നെ ഞാനിങ്ങനെ ആലോചിക്കുവാണ്, അന്ന് എടുത്ത ഫയൽ ഏതാണ്, രജിസ്റ്റർ ഏതാണ്, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞാൻ ഓഫീസിൽ വന്നതേ അലമാരി തുറന്ന് ആ രജിസ്റ്റർ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ആ സമയത്ത് അവിടെ ഭയങ്കര വിഭൂതിയുടെ മണമാണ്. ഞാനെടുത്ത് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുവാണ്. ആ സർട്ടിഫിക്കറ്റ്, അതായത് ഓഫീസിൽ തപ്പാത്ത സ്ഥലങ്ങളൊന്നുമില്ല, പക്ഷേ ഈ രജിസ്റ്റർ മാത്രം നോക്കിയിരുന്നില്ല. ഭഗവാനായിട്ട് എനിക്ക് കാണിച്ചു തന്നാണ്. അങ്ങനെ ഒരു വലിയൊരു അനുഭവം ഉണ്ടായി. പിന്നെ എൻ്റെ ജീവിതത്തിലെല്ലാം ഭഗവാൻ അനുഗ്രഹിച്ച് തന്നതാണ് എനിക്ക് ജോലി. അതുപോലെ തന്നെ എനിക്ക്, ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിക്കുന്നത്. സ്ഥലം വാങ്ങിച്ചിട്ടിട്ടായിരുന്നു. സ്ഥലം വാങ്ങിച്ചിട്ടിട്ടാണ് എൻ്റെ ഹസ്ബൻഡിന് അവിടെ വീട് വെക്കുന്നതേ ഇഷ്ടമല്ല. ഒരിക്കലും വീട് വെക്കുന്ന കാര്യം പറഞ്ഞാൽ അപ്പോഴെല്ലാം ദേഷ്യം. വീട് വെക്കുന്നത് ഇഷ്ടമല്ല. ആ സ്ഥലം കൊടുക്കണം, സ്ഥലം കൊടുത്തിട്ട് വേറെ എവിടെയെങ്കിലും സ്ഥലം വാങ്ങണമെന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വീട് വാങ്ങണമെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ നമ്മൾ കൊടുക്കാൻ നോക്കുമ്പോൾ വില കിട്ടത്തില്ല. അതുപോലെ തന്നെ നമുക്ക് വീടായിട്ട് വാങ്ങിക്കാനുള്ള സാമ്പത്തികമില്ല. ഒരിക്കലും ഇപ്പം എന്നോട് പറയുമ്പോഴൊന്നും ഞാൻ എതിർത്തൊന്നും പറയാറേ ഇല്ല. എപ്പോഴും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കും, ഭഗവാനെ എനിക്ക് നല്ലത് തരണേ, ഇന്നത് തരണമെന്നൊന്നും പ്രാർത്ഥിക്കാറില്ല. ഭഗവാനെ ഏതാണോ നല്ലത് ഭഗവാൻ അത് സാധിച്ചു തരണേ, എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്നും ഇങ്ങനെ വണ്ടി ഇരിക്കുമ്പോഴെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ എനിക്ക് ജോലി കിട്ടി. കറക്റ്റ് 2 വർഷമായപ്പോൾ തന്നെ എൻ്റെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എനിക്ക് പ്രൊമോഷനും കിട്ടി. സീനിയർ ക്ലർക്കായത്. ഇപ്പോഴൊക്കെയാണെങ്കിൽ പ്രൊമോഷൻ ആകുന്ന 5-6 വർഷമൊക്കെ ആകാത്തവരുണ്ട്. ഭഗവാന്റെ അനുഗ്രഹത്താൽ കറക്റ്റ് എനിക്ക് 2 വർഷത്തിനുള്ളിൽ തന്നെ
ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഒക്കെ എഴുതി പ്രൊമോഷനായപ്പോൾ തന്നെ അപ്പോഴത്തന്നെ പല ചിട്ടികൾക്കൊക്കെ ഞാൻ ഇങ്ങനെ കൂടുമായിരുന്നു. ചിട്ടി കൂടി പൈസ കിട്ടിയപ്പോഴത്തേക്കും തന്നെ അറിയാതെ തന്നെ ഹസ്ബൻഡ് ഇങ്ങോട്ട് പറയുകയാണെന്നെ നമുക്ക് ഇവിടെ വീട് വെക്കാനുള്ളത് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ എനിക്ക് ഭഗവാനായിട്ട് മനസ്സിൽ തോന്നിച്ചതാണ് വീട് വെക്കാനായിട്ട്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് വീട് വെക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇന്ന് ഭഗവാന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, അനുഭവം എന്ന് പറയുന്നത് ഇന്നുണ്ടായതാണ്. ഈ അന്തർശൗചയജ്ഞത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷെഡ്യൂൾ നോക്കിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ വൈകിട്ട് എൻ്റെ ഒരു ധാരണ മെയ് മാസമൊക്കെ ആവുകയുള്ളൂ എന്നായിരുന്നു. അപ്പം ഏപ്രിൽ മാസം തൊട്ട് എന്നും കേൾക്കാം. അപ്പം വൈകിട്ട് 7:30 വീട്ടിൽ വരുമ്പോഴേ, വീട്ടിൽ വന്നു കഴിഞ്ഞ് വീട്ടിലെ പണിയും കൊച്ചുങ്ങളുടെ കാര്യം, ഇപ്പം പരീക്ഷാക്കാലമൊക്കെയാണ്. അപ്പം അതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. അങ്ങനെ ഇരുന്ന് ഇപ്പം ഇന്ന് രാവിലെ ഞാൻ ജോലിക്ക് 7 മണിക്ക് പോയി വണ്ടി ഇരിക്കുമ്പോഴാണ് അനിയത്തി നോക്കിയിട്ട് പറയുന്നത്, മെസ്സേജ് ഇട്ട് തരുവാണ്, ഇന്ന് നിന്റെ ഏട്ടാ നീ പറയണം. മെസ്സേജ് ഇട്ടപ്പോഴാണ് ഞാൻ കാണുന്നത്, വണ്ടി ഇരിക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോഴത്തന്നെ എന്തോ എനിക്ക് ഭഗവാൻ കൂടെ ഉണ്ട് എന്ന് ഭയങ്കര ഒരു അനുഗ്രഹമാണ് തോന്നിയത്. എനിക്ക് അതുകൊണ്ട് മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. ഓഫീസിൽ ചെന്നിട്ടാണ്, ഓഫീസിലാണ് നല്ല തിരക്കുള്ള ഓഫീസാണ്. എനിക്ക് നന്നായിട്ട് ഇന്ന് ജോലി ചെയ്യാനും മനസ്സിലതിനുള്ള ഒരു ഭയങ്കര അത് ഭഗവാൻ കൂടെ നിന്നെല്ലാം ഇന്ന് ജോലിയെല്ലാം ചെയ്യിച്ചു തന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പുട്ടപർത്തിയിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഡ്യൂട്ടി നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ആഗ്രഹമായിരുന്നു. എല്ലാ വർഷവും ആഗ്രഹിക്കും ഡ്യൂട്ടിക്ക് പോകണം, പക്ഷേ ഇത്രയും ദിവസം ലീവ് എടുക്കാൻ പറ്റുന്ന ഒരു ഓഫീസല്ല. നേരത്തെ സ്കൂളിൽ ജോലി ചെയ്തപ്പോഴാണെങ്കിലും അവിടെയും നല്ല തിരക്കുള്ള ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ഗവൺമെൻറ് സ്കൂളാണ് ജോലി ചെയ്ത സ്കൂള്. അപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് അനിയത്തി, അമ്മ, അച്ഛൻ എല്ലാവരും പുട്ടപർത്തിക്ക് പോകും. അനിയത്തിയൊക്കെ മിക്കവാറും എല്ലാ വർഷവും ഡ്യൂട്ടിക്ക് പോകുമായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടല്ലോ, അത്രയും ദിവസം ലീവ് ചോദിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കാറില്ല. ഭഗവാനെ എപ്പോഴും മനസ്സിൽ പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഈ വർഷം ആയപ്പോഴത്തേനും എനിക്ക് എന്തോ ഒരു ദിവസം രാവിലെ ജൂലൈയിലെ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഒരു ദിവസം രാവിലെ ഉറക്കം ഉണരുമ്പം എനിക്ക് ഡ്യൂട്ടിക്ക് പോയേ പറ്റത്തുള്ളൂ. ഭയങ്കര ഒരു ആഗ്രഹമാണ്. അപ്പം എല്ലാ ദിവസവും ഫുള്ള് ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കത്തില്ല. അത്രയും ലീവ് ചോദിച്ചാൽ ചിലപ്പോൾ ലീവ് ഉണ്ട് കിട്ടുമായിരിക്കും, പക്ഷെ അത്രയും ലീവ് എടുത്ത് പോകാൻ പറ്റുന്ന സാഹചര്യമല്ല ഓഫീസിൽ. അങ്ങനെ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, പകുതി ദിവസം ഡ്യൂട്ടി ചെയ്യാം. അപ്പം എല്ലാവരും പോയി കഴിഞ്ഞാൽ എങ്ങനെ തന്നെ പോകും. പിന്നെ പനിയെത്തി വന്നൊരു കാര്യം ചെയ്യും, മോനെയും കൂട്ടി പോകും. മോനെ പോളിടെക്നിക്കിൽ പഠിക്കുവാണ്, മോനെയും കൂട്ടി പോകും. അങ്ങനെ ഞാനിങ്ങനെ മനസ്സിൽ പ്ലാനൊക്കെ ഇട്ടിട്ട് ഓഫീസിൽ ചെന്ന് സാറിനോട് ചോദിക്കുവാണ്, സാറേ എനിക്ക് ഇത്രയും ദിവസത്തെ ലീവ് തരാമോ, ഡ്യൂട്ടിക്ക് പോകാനാണ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏറ്റവും പ്രധാനമായിട്ടും എൻ്റെ സെക്ഷനിൽ നിന്നുള്ള 2 മീറ്റിങ്ങുകളുണ്ട്. അതൊന്ന് കളക്ടറുടെ ചേംബറിൽ, സബ് കളക്ടറുടെ ചേംബറിൽ നടക്കുന്ന മീറ്റിംഗാണ്. അത് കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തോടെ പോകാം. ഞാനിങ്ങനെ ആഗ്രഹിച്ച് ശരിക്കും ഓഫീസിൽ പറയുന്നതിൻ്റെ അന്ന് തന്നെ കളക്ടറുടെ ചേംബറിലുള്ള മീറ്റിങ്ങിനുള്ള ഡേറ്റ് വരുവാണ്. അപ്പം ഡ്യൂട്ടിക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ അത് നടന്നു. അടുത്തതിൻ്റെ വന്നില്ല. അപ്പം ആ കാര്യങ്ങളെല്ലാം പോകാൻ തന്നെ തീരുമാനിച്ചു. ഞാനിങ്ങനെ പുട്ടപർത്തിയിൽ ശരിക്കും 4 ദിവസം എനിക്ക് പോയി ഡ്യൂട്ടി ചെയ്യാൻ പറ്റി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ചെന്നത് എനിക്ക് ക്യാൻറ്റീനിലാണ് ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയത്. നന്നായിട്ട് ഡ്യൂട്ടി ചെയ്യാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് ഭഗവാൻ തന്നു. പറയാനാണ് അനുഭവങ്ങൾ, ഭഗവാൻ തന്ന അനുഭവങ്ങൾ ഒരുപാടാണ്. പറഞ്ഞാലും മതിയാകാത്തത്ര അനുഭവങ്ങൾ ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ മനസ്സിലുണ്ടാകുന്ന എപ്പോഴും വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനല്ല, ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. എപ്പോഴും നമുക്ക് വീട്ടിൽ അമ്മയോടോ അച്ഛനോടോ സഹോദരങ്ങളോടോ ഒന്നും പറയാൻ പറ്റത്തില്ല. എല്ലാം പറയാൻ പറ്റുന്നത് ഭഗവാനോടാണ്. ഭഗവാനോട് പറഞ്ഞ് ഭഗവാൻ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു സോഴ്സ് തന്ന് വിഷമങ്ങൾ മാറ്റി തന്നുകൊണ്ടേയിരിക്കുന്നു. സൈരം ലത പറഞ്ഞു കഴിഞ്ഞോ? സൈരം വളരെ നന്നായിരുന്നു കേട്ടോ, വെരി നൈസ്, വളരെ ടച്ചിങ്. നീ ഭഗവാന്റെ പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് ഒരു ഭജന പാടണേ. പുനരപി ജന്മം പുനരപി മരണം പുനരപി ജനനി ജഠരേ സേനം ഇഹ സംസാരെ బహుదుఃఖారి కృపయా పారే పాహి మురారే అన్నాడు శంకరుల వారు. Adi Shankara said, man is born again and again, lying in the womb of the mother and passing on the experience of pain and pleasure. ఈ శంకరుల వారు చదవనటువంటి గ్రంథములు లేవు. In fact, Shankara is all రాయనటువంటి శ్లోకములు లేవు. And he has composed all slokas. ఒక గంగా నది తీరం లోపల ఒక చెట్టు కింద ఏకాంతంగా కూర్చున్నాడు.
And he noticed a person sitting under a ఒక tree పండితుడు near the shore of రాస్తున్నాడు Ganges. గణిత శాస్త్రంలో. And one person was writing the rules of grammar. రాస్తున్నాడు ఎంతమంది పోతున్నారు, ఎంతమంది వస్తున్నారు, ఎవరిని లక్ష్యం పెట్టడం లేదు. And he was not mindful of the many people, passers by. చూచాడు శంకర్ల వారు, తాను బాలుడే అప్పుడు. And Shankara was quite young at తన that time. 11 మంది శిష్యుల్లో ఒకరిని పంపించాడు, ఏమిటి చదువుతున్నాడు చెప్పమని. And he sent one of his disciples to పాణిని know. గ్రంథాన్ని తాను ఉచ్చరిస్తున్నాడు అన్నాడు. And the disciple reported the scholar was repeating the rules of grammar. తిరిగి శిష్యుడు వచ్చి శంకర్ల వారికి చెప్పాడు. The same thing was reported to Shankara. చెప్తే అప్పుడు తాను వెళ్ళాడు. And then Shankara went. నాయన, ఈ గ్రంథం యొక్క సారం ఏమిటి What is the essence of all that you read? అని చెప్పి, And he said so. భజ గోవిందం భజ గోవిందం గోవిందం భజ మూఢమతే భజ గోవిందం భజ గోవిందం. He said, "Oh foolish man, chant the glory of God, Govindam. Oh foolish mind, this is not the way. Chant his glory, repeat his name." సంప్రాప్తే సన్నిహితే కాలే At the time as the end approaches, నహి 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 రక్షతి డుక్రుంకరణే. nothing will come to your refuge, nothing will come to నీ your డుక్రుంకరణే rescue. అనేటువంటి దాన్ని స్మరిస్తున్నావు. ఇది అంత్యంలో నీకు ఏమాత్రం కూడా అడ్డు రాదు. This rule of grammar, Dukkurum Karane, will not save you from death. గోవిందం భజ గోవిందం. So chant, repeat his name, నీవు భగవంతుని భజించు. sing his glory. కనుకనే ఈనాడు మనకు కావాల్సింది, శంకరాచార్య వారు చాలా వేదాంత గ్రంథాలు రచించారు. Shankara composed many Vedantic texts. తాను కూడా భక్తి మార్గంలో కట్టగడపటికి ప్రవేశించాడు. He also followed the path of devotion. నామస్మరణ నామస్మరణ నామస్మరణ. Namasmarana, repeating God's name. He తాను కూడా emphasized. భగవత్ నామస్మరణ భజ గోవిందం అందరికీ బోధిస్తూ వచ్చాడు. So that was the main teaching of Adi Shankara. ఏమి ప్రయోజనము? ఈనాడు నామస్మరణ అందరు కూడా చేస్తున్నారు. Today also we sing glory of God. ఏదో నామస్మరణ చేస్తున్నారే కానీ We do it. నామం యొక్క సారాన్ని తాను రోలటం లేదు. But in fact we are not experiencing the essence of it. ఎందుకు ఇలాంటి జన్మము? What for is the life then? పునరపి జననం పునరపి మరణం Only to be born again and again, to die పునరపి again and again, జనని జఠరే శయనం and to lay in mother's womb again and again. Life after life. సంసారే బహుదుస్తారే It is so difficult to cross this ocean of కృపయా life. పారే పాహి మురారి. Oh God, be graceful unto me. Help me to cross this life. లేదా భజన పాడుకోడు. భస్మభూషిదాంగ సాయి చంద్రశేఖరా భస్మభూషిదాంగ సాయి చంద్రశేఖరా భాలనేత్ర శూలధారి సాయి శంకరా భాలనేత్ర శూలధారి సాయి శంకరా సాయి శంకరా సత్య సాయి శంకరా భస్మభూషిదాంగ సాయి చంద్రశేఖరా సామగాన ప్రియంగరా సాయి శంకరా సామగాన ప్రియంగరా సాయి శంకరా హర 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 శివ శంభో నడన శేఖరా హర హర శివ శంభో నడన శేఖరా పార్థివాస సాయి దేవ సాయి శంకరా పార్థివాస సాయి దేవ సాయి శంకరా సాయి శంకరా సత్య సాయి శంకరా సాయి శంకరా సత్య సాయి శంకరా భస్మభూషిదాంగ సాయి చంద్రశేఖరా బాలనేత్ర శూలధారి సాయి శంకరా సాయి శంకరా సత్య సాయి శంకరా భస్మభూషిదాంగ సాయి
സായി ചന്ദ്രശേഖര, സാമഗാന പ്രിയങ്കര സായി ശങ്കര, ഹര 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 ശിവ ശംഭോ നടന ശേഖര, പാർത്ഥിവാസ സായി ദേവ സായി ശങ്കര, സായി ശങ്കര സത്യ സായി ശങ്കര, സായി ശങ്കര സത്യ സായി ശങ്കര, ഭസ്മഭൂഷിതാംഗ സായി ചന്ദ്രശേഖര. സായിരാം. താങ്ക് യു സോ മച്ച് സായിരാം. സായി ഉപമ: മനസ്സ് സദാ ചഞ്ചലമാണ്, അതിനെ അഭ്യസിപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ ചഞ്ചലത നിയന്ത്രണ വിധേയം ആക്കണം. മനസ്സ് ചൈതന്യ സ്വരൂപമാണ്. അതിനാൽ ചൈതന്യമായ ഈശ്വരനിൽ ലയിക്കുമ്പോൾ മാത്രമേ അതിന് സ്ഥിരത വരികയുള്ളൂ. ഒരു തടാകത്തിന്റെ ജലത്തിനു മുകളിൽ മഞ്ഞുകട്ട ഉണ്ടാകാം. മഞ്ഞുകട്ട ജഡമാണ്. അത് കൈകൊണ്ട് തട്ടി നീക്കുമ്പോൾ ജലത്തിന്റെ സഹജമായ രൂപം, അതായത് ചൈതന്യം, കാണുവാൻ സാധിക്കും. ആ ചൈതന്യത്തിന് സന്തോഷമോ സന്താപമോ ഇല്ല. അത് എല്ലായ്പ്പോഴും പരിപൂർണമായ സമനിലയിലാണ്. ഞാൻ അതാകുന്നു, തത്വമസി. ഞാൻ ദ്വൈതങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല. എന്റേത് സമാധി, അതായത് അചഞ്ചലമായ ധി, സമധി, സമബുദ്ധി. അതാണ് അതിന് മാറ്റമില്ലാത്തതും സ്ഥിരമായതുമായ വിവേകമാണ് അത്. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ സായിരാം. സായിരാം. സായിരാം.